ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് സ്വന്തമായി ഭൂമിയോ സ്വത്ത് സമ്പാദ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ വീട്ടുമുറ്റത്ത് വളർന്നു പന്തലിച്ചു നിന്ന ഒരു മാവിൽ നിന്ന് ലഭിക്കുന്ന മാങ്ങ വിറ്റായിരുന്നു അയാൾ ഉപജീവനം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ലോകം ആ മാവിന് ചുറ്റുമായിരുന്നു. ഒരു ദിവസം ഒരു സന്യാസി ആ ഗ്രാമത്തിലൂടെ കടന്നുപോയി. ദരിദ്രനായ മനുഷ്യൻ സന്യാസിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്തു. സന്യാസിക്ക് വിശ്രമിക്കാൻ തൻ്റെ വീട്ടുമുറ്റത്ത് ഇടം നൽകിയ അയാൾ സംസാരത്തിനിടെ ഈ മാവാണ് തനിക്കെല്ലാം എന്ന് സന്യാസിയോട് പറഞ്ഞു. അടുത്ത ദിവസം ദരിദ്രനായ ആ മനുഷ്യൻ എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോയപ്പോൾ സന്യാസി ഒരു കോടാലി എടുത്ത് ആ മാവ് വെട്ടി നീക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ ആ ഗ്രാമം വിട്ടുപോയി. വൈകുന്നേരം ദരിദ്രൻ മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ മാവ് നിലം പതിച്ചിരിക്കുന്നതായി കണ്ടു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ സന്യാസിയെ എത്ര നന്നായി സേവിച്ചു, എന്നിട്ടും അയാൾ എൻ്റെ എല്ലാം നശിപ്പിച്ചു. കാലം കടന്നുപോയി. ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ ആ മനുഷ്യൻ ഒരു ചെറിയ കച്ചവടം തുടങ്ങി. പതിയെ പതിയെ അത് അഭിവൃദ്ധി പ്രാപിക്കുകയും അയാൾ ഒരു വലിയ വ്യാപാരിയായി തീരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ സന്യാസി വീണ്ടും ഒരിക്കൽ കൂടെ അതുവഴി വന്നു. സന്യാസിയെ കണ്ടപ്പോൾ കോപത്തോടെ വ്യാപാരി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ എല്ലാം നശിപ്പിച്ച മനുഷ്യനാണ്, വീണ്ടും നിങ്ങൾ എന്തിനു വന്നു? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല. നിങ്ങളുടെ ഏക ആശ്രയം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്ന ആ മാവ് വെട്ടിമാറ്റപ്പെട്ടപ്പോഴാണ് നിങ്ങൾ മറ്റു മാർഗങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതും ഇന്നു നിങ്ങൾ കാണുന്ന എല്ലാ അഭിവൃദ്ധിയും ഉണ്ടായതും. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും നിങ്ങൾ ആ മരത്തണലിലിരുന്ന് കാലം കഴിച്ചേനെ. വ്യാപാരിയുടെ കണ്ണുകൾ വീണ്ടും സജലങ്ങളായി. പക്ഷേ ഇത്തവണ പശ്ചാത്താപത്തിലല്ല, മറിച്ച് ഉത്തമ ബോധ്യത്തിലായിരുന്നു കണ്ണുകൾ നിറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വാതിലടയുമ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കായി മറ്റു വാതിലുകൾ തുറന്നു കിട്ടും.